ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുക്കർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇതിലേക്ക് എടുത്തിട്ടുള്ള ചിക്കന് നാടൻ കോഴിയാണ് കേട്ടോ, സാധാ ബ്രോയിലർ കോഴിയല്ല. കുക്കർ ചിക്കനൊക്കെ വെക്കുമ്പോൾ സാധാരണ ബ്രോയിലർ കോഴിയാണല്ലോ അല്ലേ എടുക്കാറ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആക്കി നോക്കിയാലോ എന്ന് കരുതി, അതുകൊണ്ട് നാടൻ കോഴിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടില്ല എന്നൊന്നും കരുതണ്ട കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കുക്കറിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു മസാല കോഴിയുടെ മുകളിലൊന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ കോഴിയുടെ എല്ലാ ഭാഗത്തും ഞാൻ ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തൊരു 4-5 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 ഗ്രാമ്പൂ 2 ഏലക്കായ അതുപോലെ തന്നെ 5-8 അണ്ടിപ്പരിപ്പും ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇത് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഇറച്ചിയും കാര്യങ്ങളൊക്കെ ആയാലും വന്നൊന്ന് വേറിട്ട് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലയൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു 6-7 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യം വെളിച്ചെണ്ണ വേണം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള 3 വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായി എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ചെറിയതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കുണ്ടാക്കുന്ന ഈ ഒരു മസാല നല്ല രീതിക്ക് തന്നെ ഒന്ന് വാടി വരണം കേട്ടോ. നല്ല രീതിക്ക് വാടി വരുമ്പോഴുള്ളൂ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മസാലയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/2 ടീസ്പൂണ് കുരുമുളകും കൂടി ചേർത്തൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ എണ്ണയിൽ ആ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ഒന്ന് പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളി പേസ്റ്റ് ആക്കിയതുണ്ടല്ലോ നല്ല രീതിക്ക് തന്നെ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാകുമല്ലോ, അത് ആ ചിക്കൻ കഴിക്കുമ്പോൾ നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ. അത്യാവശ്യം എണ്ണ തെളിയുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോഴി പുഴുങ്ങിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണേ. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ കോഴി പുഴുങ്ങിയ വെള്ളം ഉണ്ടാവുമല്ലോ, അത് കളയണ്ട, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ മസാലയൊക്കെ നല്ല രീതിക്ക് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അണ്ടിപ്പരിപ്പും ഏലക്കായും ഗ്രാമ്പും ഒക്കെ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറ് ചാറ്റിയ വെള്ളവും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം പുഴുങ്ങി വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മസാലയൊക്കെ ഉണ്ടല്ലോ അത് ഈ ഒരു ചിക്കൻ്റെ മുകളിലൂടെയൊക്കെ ഒന്ന് ഇങ്ങനെ പാർന്ന് കൊടുത്ത് അതിന്മേയൊക്കെ ഒന്ന് മസാലയൊന്ന് പിടിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്തും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ കോഴി കുക്കർ ചിക്കൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇനിയും നല്ല നല്ല വീഡിയോസുകളുമായി വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.